ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 2025 ജനുവരി 22 മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ലാബ് പരീക്ഷ ആരംഭിക്കുന്നു. ആകെയുള്ള 1200-ൽ 200 മാർക്കാണ് മാത്സിനായിട്ട് ഉള്ളത്. ഇവിടെ ഒന്നാം വർഷവും രണ്ടാം വർഷവും കണ്ടിന്യൂസ് ഇവാലുവേഷന് 20 മാർക്ക് വീതവും 60 മാർക്ക് ടിഇക്കും കൂടി ആകെ 160 മാർക്ക്. ബാക്കി വരുന്ന 40 മാർക്കാണ് പ്രാക്ടിക്കലിനായിട്ടുള്ളത്. ഒന്നാം വർഷം ആകെ 16 ലാബും രണ്ടാം വർഷം ആകെ 27 ലാബും ഉള്ളതിൽ ഈ വർഷം, അതായത് 2025 ജനുവരിയിൽ തുടങ്ങുന്ന പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് +1-ന് 7 ലാബും +2-ന് 9 ലാബും കൂടി ആകെ 16 ലാബാണ് പരമാവധി ചെയ്യാനുണ്ടായിരുന്നത്. ഈ വർഷം 4 +1 ലാബും 4 +2 ലാബുമാണ് ചെയ്യേണ്ടി വരുന്നത്, പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ലാബ് 1, ലാബ് 2, ലാബ് 3, ലാബ് 13 എന്നീ 4 ഒന്നാം വർഷ ലാബുകളും ലാബ് 25, ലാബ് 27, ലാബ് 30, ലാബ് 34 എന്നീ 4 രണ്ടാം വർഷ ലാബുകളുടെയും ഓരോന്നിൻ്റെയും 4 വ്യത്യസ്ത വെർഷനിലുള്ള ചോദ്യപേപ്പറും അവ പരീക്ഷയ്ക്ക് എങ്ങനെ ഉത്തരം എഴുതണം എന്നുമുള്ള ആൻസർ കീ ഈ വീഡിയോയിൽ കൊടുക്കുന്നു. ഓരോ ലാബും ഓരോ വീഡിയോ എന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഒരു ലാബ് ചോദ്യത്തിന് 8 മാർക്ക്. ഒന്നാം വർഷത്തിലെ മിനിമം ഒരു ലാബും രണ്ടാം വർഷത്തിലെ മിനിമം ഒരു ലാബും ഉൾപ്പെടെ ആകെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോഴാണ് ഒരു കുട്ടിക്ക് 4x8 32 മാർക്ക് ലഭിക്കുന്നത്. അതായത് 40 മാർക്കുള്ള പ്രാക്ടിക്കലിന് പ്രാക്ടിക്കൽ ഒബ്സർവേഷൻ ബുക്ക്, അതായത് വൃത്തിയിലെഴുതിയ എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ആയ റെക്കോർഡിന് 4 സ്കോർ, വൈവ 4 സ്കോർ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അതായത് 4 എണ്ണത്തിന് 4x8 32 മാർക്ക്. അതായത് പ്രാക്ടിക്കലിന് ഒരു കുട്ടിക്ക് പരമാവധി ലഭിക്കുന്നത് 40 സ്കോർ. ഇവിടെ ഓരോ 8 മാർക്കിൻ്റെ ചോദ്യത്തിനും എങ്ങനെയാണ് സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇവിടെ അനലൈസിങ് ദ പ്രോബ്ലം, ചോദ്യങ്ങൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു എന്നർത്ഥം. ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ്, ഉത്തരം കണ്ടെത്താനുള്ള ശരിയായ രീതി തിരഞ്ഞെടുക്കുന്നു. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, പരിഹാരം കാണാനുള്ള നൈപുണ്യം. ഈ 3 എണ്ണത്തിനും 2 സ്കോർ വീതം. റെക്കോർഡിംഗ് ദ പ്രൊസീജിയർ, ജനറേറ്റിംഗ് ഔട്ട്പുട്ട്, ഈ 2 എണ്ണത്തിനും 1 സ്കോർ വീതം. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും 8 മാർക്ക് വീതമാണ് പരമാവധി ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. അതുപോലെ വൈവയുടെ സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ്: കണ്ടൻറ് നോളേജ്, ക്ലാരിറ്റി ഓഫ് കോൺസെപ്റ്റ്, ലോജിക്കൽ സീക്വൻസിങ് ഓഫ് ഐഡിയ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് ആശയങ്ങളിലുള്ള കുട്ടിയുടെ അവഗാഹം, ആശയങ്ങളിലുള്ള വ്യക്തത, യുക്തിപരമായി ചിന്തിക്കാനും അവ പ്രകടിപ്പിക്കാനുമുള്ള കുട്ടിയുടെ നൈപുണ്യം. ഇവ ഓരോന്നിനും ഓരോ സ്കോർ വീതം. ഇങ്ങനെയാണ് വൈവയുടെ 4 സ്കോർ കണക്കാക്കുന്നത്. അതുപോലെ ബാക്കി വരുന്ന 4 മാർക്കാണ് പ്രാക്ടിക്കൽ ഒബ്സർവേഷൻ ബുക്ക്, അതായത് റെക്കോർഡിനായിട്ട് ഉള്ളത്. ഇവിടെ ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസിൻ്റെ 4 വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ സെലക്ഷൻ ഈ വർഷം സോഫ്റ്റ്വെയർ മുഖേനയാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോ ലാബിനും വ്യത്യസ്ത ചോദ്യപേപ്പറിനെ സൗകര്യപൂർവ്വം AA, AB, AC, AD എന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. 2025 ജനുവരിയിൽ നടക്കാനിരിക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദിക്കാൻ സാധ്യതയുള്ള, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, ഇവിടെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നില്ല, എന്നാൽ ഒരു മോഡൽ പരീക്ഷയുടെ വിശദീകരണവും എങ്ങനെ ഉത്തരങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതണമെന്നും പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്.
ഇവിടെ കൊടുക്കുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ ശരിയായ പരീക്ഷയ്ക്ക്, അതായത് 2025 ജനുവരി 22 തുടങ്ങുന്ന പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഈ ജനുവരി മാസം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. നമുക്കിനി ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ, അതായത് ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസിൻ്റെ AA എന്ന ആദ്യ കോഡാണ് ഇവിടെ ഈ വീഡിയോയിൽ വരുന്നത്. സമയം 3 മണിക്കൂറാണ്. പരമാവധി 32 സ്കോറാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് ക്ലാസ്, അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയറിലെ ഒരു ലാബും സെക്കൻഡ് ഇയറിലെ ഒരു ലാബും ഉൾപ്പെടെ 4 ചോദ്യങ്ങൾക്ക് കുട്ടികൾ ആൻസർ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. എന്നാൽ ചെറിയ ഒരു വ്യത്യാസം ഉള്ളത്, മുൻ വർഷം ഒരു ചോദ്യത്തിന് 8 മാർക്കാണെങ്കിൽ ഈ വർഷം ഒരു ചോദ്യത്തിന് 10 മാർക്ക്. എന്നാൽ കുട്ടിക്ക് പരമാവധി ലഭിക്കുന്നത് 8 സ്കോർ. അതായത് ചെറിയ ഒരു ചോയ്സ് കൂടി ലഭിക്കുന്നു എന്ന് മാത്രം. മറ്റൊന്ന്, 60 മാർക്കിൻ്റെ തിയറി പരീക്ഷയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾ ആൻസർ ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ, ഫിഗേഴ്സ്, വേർഡ്സ് 2 രീതിയിലും വൃത്തിയായി എഴുതുക. ലാബിൻ്റെ സബ്ജക്റ്റ് എഴുതുക. തുടർന്ന് ഉത്തരം എഴുതി തുടങ്ങുന്ന പേജിൽ ലാബിൻ്റെ പേരായ ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ് എന്ന് ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്യുക. ഓരോ ലാബും ഓരോ പുതിയ പേജിൽ എഴുതാൻ ശ്രമിക്കുക. കാരണം ആൻസർ ചെയ്യുന്ന 4 ലാബുകൾക്കും ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 എന്നിങ്ങനെ ഉണ്ടാകുമല്ലോ. ഏത് ലാബിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ്, അതിൻ്റെ ആദ്യ വെർഷനായ AA. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. അതിന് 3 മാർക്കാണ്. പിന്നീട് 2 മാർക്കിൻ്റെ 2 ചോദ്യവും അവസാനം ഒരു 3 മാർക്കിൻ്റെയുമായി ആകെ 10 മാർക്കാണ് ഈ ലാബിൽ നിന്ന് കുട്ടികൾക്ക് ചെയ്യാനുള്ളത്. അതിൽ നിന്ന് പരമാവധി 8 മാർക്കാണ് ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ. അതിനു വേണ്ടിയിട്ട് പുതിയൊരു ജിയോജിബ്ര വിൻഡോ എടുത്തതിന് ശേഷം f(x) എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻപുട്ട് ബോക്സിൽ x² എന്ന് എൻ്റർ ചെയ്യുന്നു. ഒന്നുകിൽ x² എന്ന് മാത്രം എൻ്റർ ചെയ്യാം, അതല്ലെങ്കിൽ f(x) എന്നോ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റർ ചെയ്ത ഉടനെ തന്നെ ഓൾജിബ്രൈക് വ്യൂ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം നാം ഉദ്ദേശിച്ച അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ തന്നെയാണോ എൻ്റർ ചെയ്തത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാം ഉദ്ദേശിച്ചത് x² ആണ്, അതിൻ്റെ കർവ് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് ക്രിയേറ്റ് എ സ്ലൈഡർ A വിത്ത് മിനിമം -5, മാക്സിമം 5, ഇൻക്രിമെൻറ്റ് 0.1. അതിനു വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ടൂളിൽ നിന്ന് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ നമ്പർ സ്ലൈഡർ ഉണ്ട്, ആംഗിൾ സ്ലൈഡർ ഉണ്ട്, ഇൻറ്റീജർ സ്ലൈഡർ ഉണ്ട്. ഡീഫാൾട്ടായിട്ട് നമ്പർ സ്ലൈഡറാണ് വരുന്നത്. അതുപോലെ തന്നെ മിനിമം -5, മാക്സിമം 5 എന്നുള്ളത് ഡീഫാൾട്ടായിട്ട് വരുന്നു. ഇൻക്രിമെൻറ്റ് നാം 0.1 എന്ന് മാത്രം എൻ്റർ ചെയ്താൽ മതിയായിരിക്കും. തുടർന്ന് പോയിൻ്റ് പ്ലോട്ട് ചെയ്യാനുണ്ട്. ക്യാപിറ്റൽ A, A,0, ABC 3 പോയിൻ്റാണ് പ്ലോട്ട് ചെയ്യാനുള്ളത്. ഒന്നുകിൽ A,0 എന്ന് മാത്രം എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ A = A,0 എന്നോ എൻ്റർ ചെയ്യാവുന്നതാണ്. തുടർന്ന് B എന്ന പോയിൻ്റ് A,f of A, A,f(a), B എൻ്റർ ചെയ്തു. തുടർന്ന് C എന്ന പോയിൻ്റ് 0f of A, 0,f of A എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ A, B, C 3 പോയിൻറ്റും നാം എൻ്റർ ചെയ്തു.
തുടർന്ന് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് ബി സി. അതായത് ലൈൻ സെഗ്മെൻറ്റ് ടൂളിൽ നിന്ന് ലൈൻ ഉണ്ട്, സെഗ്മെൻ്റ് ഉണ്ട്. ലൈൻ സെഗ്മെൻറ്റ് ആക്റ്റീവാക്കി കഴ്സർ അവിടെ വെച്ചാൽ കാണാം സെലക്ട് 2 പോയിൻറ്റ്സ്. ഒരു ലൈൻ വരയ്ക്കാൻ നമുക്കറിയാം 2 പോയിൻ്റാണ് വേണ്ടത്. എയിലും ബിയിലും ക്ലിക്ക് ചെയ്യുന്നു, ബിയിലും സിയിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതും കഴിഞ്ഞു. ഇനി ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. ഇൻപുട്ട് ബോക്സ് സ്ലൈഡർ ടൂളിൽ നിന്ന് ലാസ്റ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ ഫങ്ഷനാണ്, അതുകൊണ്ട് എഫ് എന്ന് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഓൾജിബ്രേക്ക് വ്യൂയിലുള്ളത് അതെല്ലാം നമുക്ക് ലിങ്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇവിടെ കാണുന്നതാണ്, ഇതായിട്ട് കണക്ട് ചെയ്യുന്നു. തുടർന്ന് സ്ലൈഡറാണ്, സ്ലൈഡറിന് എ ആണ്, എ ഈക്വൽ ടു 1 ആണ്. ഇവിടെ രണ്ടും കണ്ടെത്തി. ഇവിടെ നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ഇതിന് ഇത്രയൊന്നും സൈസിൻ്റെ ആവശ്യമില്ല. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് സ്റ്റൈലിൽ 20 നമുക്ക് വേണ്ട, നമുക്കൊരു 10 മതിയായിരിക്കും. ചെറിയൊരു ഫങ്ഷൻ എൻട്രി ചെയ്യാൻ മാത്രമേ നമുക്കവിടെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ അതെ, എ എന്നുള്ളൊരു നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ, 5 മതിയായിരിക്കും. എന്നാലും നാം 10 കൊടുക്കുന്നു. ഇതൊന്നും നിർബന്ധമല്ല. ഇനി ഇത്ര എഴുതിയാൽ നമ്മുടെ ആദ്യത്തെ പാർട്ടെല്ലാം കഴിഞ്ഞു. എന്നിരുന്നാലും ഇതൊന്നും കൂടി നമുക്കൊന്ന് ഭംഗിയാക്കാം. അതായത് ബി എന്നതിൻ്റെയും എ എന്നതിൻ്റെയും എല്ലാം കോർഡിനേറ്റ്സും കൂടി ഒന്ന് ഷോ ചെയ്യാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ബേസിക് നെയിം ആൻഡ് വാല്യൂ. ഇപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ദെൻ ബിയുടെ കോർഡിനേറ്റ്സ് ഇതേ രീതിയിൽ തന്നെ നെയിം ആൻഡ് വാല്യൂ, സിയുടെ വാല്യൂ ഇതുപോലെ തന്നെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നെയിം ആൻഡ് വാല്യൂ. ഇനി ഇത് ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതെല്ലാം സൗകര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമുക്ക് ബിയുടെ കോർഡിനേറ്റ്സ് ആണ്, കാരണം ബി ആണ് കർവിൻ്റെ മുകളിലുള്ള പോയിൻ്റ്. അതുകൊണ്ട് ബിയുടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് കളറും ഒന്ന് നമുക്ക് നന്നാക്കാം. വേണമെങ്കിൽ സ്റ്റൈലിലും അതെ, പോയിൻ്റ് ഒന്നും കൂടി ഒന്ന് വലുതാക്കാം. നമുക്ക് കൂടുതൽ ആവശ്യമുള്ള പോയിൻ്റാണ്. ഈ ചെയ്തതൊന്നും നിർബന്ധമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ഇത്ര ചെയ്താൽ ഒരു അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് പുതുതായിട്ട് വാല്യൂ ഒന്നും എഴുതാനില്ല. എന്നിരുന്നാലും അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസറായിട്ട് അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതാവുന്നതാണ്. അപ്പം മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ എഴുതാനുള്ള ഭാഗത്ത് ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ് എന്നെഴുതിയിട്ട് 1 എന്നെഴുതിയിട്ട് അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതിയാൽ നമുക്ക് ആ 3 മാർക്ക് ലഭിക്കുന്നു. പിന്നെ കൂടാതെ ഈ കൺസ്ട്രക്റ്റ് ചെയ്ത അപ്ലെറ്റ് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താനും കൂടി വേണ്ടി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിലെ ഒരു പോയിൻ്റാണ് ക്യാപിറ്റൽ ബി. ബിയുടെ എക്സ് കോർഡിനേറ്റ് 1 ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് 1 സ്ക്വയർ 1. അതിന് പകരം നമുക്ക് 2 എന്ന പോയിൻ്റ് ഒന്ന് കൊടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ എക്സിന് 2 കൊടുത്ത 2 സ്ക്വയർ 4. അപ്പോൾ അതുകൊണ്ട് നാം കണ്ടെത്തിയ അപ്ലെറ്റ് ശരിയാണെന്ന് നമുക്ക് ഒന്നും കൂടി ഉറപ്പുവരുത്താം. കാരണം ഈ അപ്ലെറ്റ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ അപ്ലെറ്റ് തന്നെ തെറ്റിയാൽ ബാക്കിയെല്ലാം തെറ്റും. അത് ഒഴിവാക്കാനാണ് ഈ ഒരു പരിശോധന കൂടി നാം നടത്തുന്നത്. തുടർന്ന് രണ്ടാമത്തെ ചോദ്യമായ 1.2ൻ്റെ സ്ക്വയർ കാണുന്നു. 1.2ൻ്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.2 ആക്കിയാൽ മതിയായിരിക്കും. ബിയുടെ എക്സ് കോർഡിനേറ്റ് 1.2 ആക്കാൻ സ്ലൈഡറിൽ 1.2 ആക്കിയാൽ മതി. അതിനു വേണ്ടിയാണ് നാം ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1.2ൻ്റെ സ്ക്വയർ 1.44. അത് നമുക്ക് ആൻസറായിട്ട് എഴുതാം. 1.2ൻ്റെ സ്ക്വയർ 1.44. എന്താണ് ചെയ്തത് എന്നും കൂടി ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 1.2 സ്ക്വയർ ഈക്വൽ ടു 1.44 എന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. തുടർന്ന് യൂസിങ് ദ എബവ് അപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 4.2. നമുക്കറിയാം നമ്മുടെ കർവ് എക്സ് സ്ക്വയർ ആണ്. കാണേണ്ടത് റൂട്ട് എക്സ് ആണ് വേണ്ടത്. റൂട്ട് എക്സിൽ എക്സിന് 4.2 കൊടുത്താൽ മാത്രമേ റൂട്ട് ഓഫ് 4.2ൻ്റെ വാല്യൂ ലഭിക്കൂ. അതുകൊണ്ട് നാം ഫങ്ഷൻ്റെ അവിടെ SQRT അതായത് റൂട്ട് എക്സിൻ്റെ ആയിട്ട് ഫങ്ഷൻ മാറ്റുന്നു. ഇപ്പോൾ 1.2ൻ്റെ റൂട്ടാണ് നമുക്ക് ആ കിട്ടിയ 1.1. നമുക്ക് വേണ്ടത് 4.2 ആണ് കാണാനുള്ളത്. 4.2
4.2 എൻ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.05. അതായത് ബിയുടെ എക്സ് കോർഡിനേറ്റ് 4.2 ആണെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് √4.2 ആയിരിക്കും. കാരണം ബി കിടക്കുന്നത് √x എന്ന കർവിലാണ്. അതിൻ്റെ ആൻസർ നമുക്ക് ഇതേപോലെ √4.2 = 2.05 എന്നും കൊടുക്കാവുന്നതാണ്. ദെൻ നാലാമത്തെ ചോദ്യം, using the above applet answer the following. Write a method of finding an approximate value of sin 2.1 and find its value. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x ആണ് ഇവിടെ വരുന്നത്. അതിനെ sin x ആയിട്ട് മാറ്റിയാൽ മതി. അതായത് ചേഞ്ച് എഫ് ഓഫ് എക്സ് ആസ് sin x ആൻഡ് പുട്ട് a = 2.1 എന്നതാണ് നാം അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നമ്മൾ കർവ് ഒന്ന് മാറ്റുന്നു. sin x, sin sin x. sin x കൊടുത്തപ്പോൾ കർവ് മാറി. ഇനി വേണ്ടത് സ്ലൈഡറിൽ 2.1 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ബി എന്ന പോയിൻ്റ് sin x എന്ന കർവിലാണ്. അപ്പോൾ അതുകൊണ്ട് ബിയുടെ വൈ കോർഡിനേറ്റ് അതായത് sin 2.1 എന്ന് പറഞ്ഞാൽ 0.86. അതിൻ്റെ മെത്തേഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത്ര വിശദമായ ആൻസർ എഴുതണമെന്നില്ല. ചേഞ്ച് എഫ് ഓഫ് എക്സ് ആസ് sin x ആൻഡ് പുട്ട് a = 2.1. വി ഗെറ്റ് sin 2.1 = 0.86 എന്ന് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ഇത്ര എഴുതിയാൽ ഈ ആദ്യത്തെ ലാബിൻ്റെ 10 മാർക്കാണ് നമുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൽ നിന്ന് 8 മാർക്ക് ഒരു കുട്ടിക്ക് ലഭിക്കുന്നു. ഇനി ഇതിൻ്റെ തന്നെ അടുത്തൊരു വെർഷനായ എ ബി ഒന്ന് നോക്കാം. എ ബിയിലും അതെ, ആദ്യ ഭാഗം സെയിം ആണ്. അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മുൻപ് 1.2ൻ്റെ സ്ക്വയറിന് പകരം ഇവിടെ 1.3 ആണ് എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ കർവ് വേണ്ടത്. എക്സ് സ്ക്വയർ എൻ്റർ ചെയ്യുന്നു. തുടർന്ന് 2.3യുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 1.3യുടെ സ്ക്വയർ ആണ് കാണേണ്ടത്. ഇതാ 1.3യുടെ സ്ക്വയർ 1.69. ഇനി അടുത്തത് വേണ്ടത് ഫങ്ഷൻ മാറ്റണം. അതായത് √x SQRTX √x കൊടുക്കുന്നു. അതിൽ കാണേണ്ടത് 4.4ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 1.3 എന്നുള്ളത് മാറ്റിയിട്ട് 4.4 ആക്കി മാറ്റും. 4.4ൻ്റെ റൂട്ട് 2.1. പിന്നെ വീണ്ടും sin x ആക്കി മാറ്റുന്നു. sin x അതിൽ കാണേണ്ടത് sin 2.3യുടെ വാല്യൂ ആണ്. അപ്പോൾ 4.4ന് പകരം 2.3 sin 2.3 എന്ന് പറഞ്ഞാൽ 0.75. ഇങ്ങനെ ഓരോ ചോദ്യത്തിനും നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. അതായത് ഇവിടെ AA, AB, AC, AD ഇങ്ങനെ 4 വെർഷൻ ആണെങ്കിൽ പോലും വളരെ തുച്ഛമായ വളരെ കുറഞ്ഞ വ്യത്യാസങ്ങൾ മാത്രമേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് ഇവിടെ സോഫ്റ്റ്വെയർ രീതിയിലാണ് പരീക്ഷ എങ്കിൽ പോലും 4 വ്യത്യസ്ത വെർഷൻ ഒരേ സമയം കാണിക്കുന്നു എന്ന് മാത്രം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ലാബാണ് ലാബ് 1 വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ്. ഈ ലാബ് ചെയ്യുന്നതോടെ ഒരു കുട്ടിക്ക് 8 മാർക്ക് വളരെ അനായാസത്തോടെ ലഭിക്കുന്നു. അടുത്ത വീഡിയോയിൽ ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, അതിൻ്റെ തന്നെ 4 വ്യത്യസ്ത വെർഷനായ AA, AB, AC, AD ഇത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.